രണ്ട് അതിഥികളുണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രണ്ടുപേർ പുതിയ ചുമതല ഏറ്റെടുക്കുന്നു. പുതുതായി തിരഞ്ഞെടുത്ത ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം വിജിനും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ചിന്താ ജെറോമും കോഫി വിത്ത് മധുവിൽ അതിഥികളായി ചേരുകയാണ്. രണ്ടുപേർക്കും സ്വാഗതം. പുതിയ ചുമതലകളാണ്, പുതിയ ദൗത്യമാണ്, ഏറെക്കാലം നീണ്ടുനിന്ന ഒരു വലിയ യാത്ര കൂടിയാണ് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കേൾക്കാമോ? താങ്ക് യു മാധു. എം വിജിൻ കേൾക്കാമോ? താങ്ക് യു സോ മച്ച്. അവിടെ ഇത്തിരി സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, പരിഹരിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ലേഡീസ് ഫസ്റ്റ് എന്നുള്ളതാണല്ലോ. ഡോക്ടർ ചിന്താ ജെറോം, വലിയ നിയോഗമാണ് എന്നത് മാത്രമല്ല, ഇത് ചരിത്രപരം കൂടിയാണ് അല്ലേ? ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. എങ്ങനെ കാണുന്നു പുതിയൊരു ദൗത്യത്തെ, പുതിയ ചുമതലയെ? മധു, താങ്ക് യു. ആദ്യം തന്നെ ആശംസകൾക്ക്. ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർ തന്നെയാണ് ഉള്ളത്. നാളെ നാട്ടിലേക്ക് പോകാനാണ് ആലോചിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം ഏറെ ആവേശത്തോടു കൂടി ഇന്നലെ പൂർത്തീകരിച്ചു. കേരളത്തിൻ്റെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവാണ് പൊതുസമ്മേളനം യൂത്ത് ബ്രിഗേഡ് പരേഡോടുകൂടിയാണ് നടന്നത്, ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് ചർച്ചകളുടെയും സംവാദങ്ങളുടെയും വിമർശനങ്ങളുടെയും സ്വയം വിമർശനങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യപ്രാപ്തിയോടുകൂടി നടത്താനായിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കേൾക്കാമോ? ഓക്കെ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ സമര പരിപാടികൾ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭരണപക്ഷത്തിരിക്കുമ്പോഴത്തെ ഒരു സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ പുതിയ ദൗത്യമാണ്, പുതിയ ചുമതലകളാണ്. എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി പദത്തെ കാണുന്നത്? അല്ല, തീർച്ചയായും ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി വരിക എന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നീതിപൂർവം ഇടപെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ സംസ്ഥാനത്തുടനീളം യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ, അതിൽ വളരെ ശ്രദ്ധയോടെ പോവുക. തീർച്ചയായും കേരളത്തിലും രാജ്യത്തും ഉയർന്നു വരുന്ന യുവജന വിരുദ്ധമായ ഗവൺമെൻറ്റുകളുടെ നിലപാടുകളെ, ഈ നാടിനെ തിന്മയിലേക്ക് നയിക്കുന്ന നയങ്ങളെ, അതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കരുത്തോടെ കൂട്ടായി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, രണ്ടുപേരും വലിയ ഗൗരവത്തിലാണ്. നമ്മൾ രാവിലെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിരുന്ന കുറച്ചുകൂടി ലാഘവത്തോടെയൊക്കെ സംസാരിക്കാം. പുതിയ പോസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് നിങ്ങളെ കണ്ട് ഞങ്ങൾക്ക് ശീലം. അപ്പോൾ മസിലൊന്നും പിടിക്കില്ലല്ലോ അല്ലേ ചിന്ത? ഒട്ടുമില്ല. ഞങ്ങൾ വളരെ കൂളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എം വിജിനെ അങ്ങനെ ഇത്ര ഗൗരവത്തോടെ സത്യം പറഞ്ഞ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഞാനൊന്ന് ചോദിച്ചപ്പോഴാണ് ആദ്യമായിട്ടൊരു ചിരി വന്നത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ സംസ്ഥാന ഭാരവാഹികളായതിന്റെ ഒരു ഗൗരവമേ അല്ല. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി രാവിലെ നമ്മള് ഒരു ഇടുങ്ങിയ റൂമിനകത്ത് ഇരുന്നിട്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഗൗരവത്തിൻ്റെതല്ല. കാരണം ഒരിക്കലും യുവാക്കളെ അഭിമുഖീകരിക്കുമ്പോൾ ഗൗരവം ഉള്ളിടത്ത് മാത്രം ഗൗരവത്തെ ഏറ്റെടുക്കുകയും അല്ലാത്ത ഘട്ടങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കാൻ എങ്ങനെയാണോ ആ നിലയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ചിരിക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഗൗരവം വേണ്ടത് അതിൻ്റെ പ്രാധാന്യത്തിലും മുന്നോട്ട് പോകും. ഏതായാലും അങ്ങനെ ഒരു ഗൗരവത്തിലല്ല, എനക്കൊന്ന് ഈ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആകെ രാവിലെ ഒരു ശ്വാസം മുട്ടലായിരുന്നു അല്ലേ? അതുപോട്ടെ. ഓക്കെ, ചിന്ത, പാർട്ടി ഓഫീസിൽ നടന്നു വളർന്ന പാർട്ടി വലിയ നേതാക്കളുടെ ഇടയിൽ ജീവിച്ചു വന്ന, അവരൊക്കെ പറഞ്ഞത് കേട്ടു വന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ കാലം ഇത്രയും കാത്തുവെച്ചൊരു പദവി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്? ആരെയാണ് ഓർക്കുന്നത്? ഈ ഘട്ടത്തിൽ എനിക്ക് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും ചുമതലയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു
ഉത്തരവാദിത്വം ഏറ്റവും നന്നായി പൂർത്തീകരിക്കാൻ കഴിയണം. അതിന് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എല്ലാവരുടെയും കൂട്ടായ ഒരു പിന്തുണ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് വ്യക്തിപരമായി എൻ്റെ ഒരു സന്തോഷമോ എനിക്ക് മാത്രമായി കിട്ടിയൊരു നേട്ടമായിട്ടോ അല്ല ഞാൻ കാണുന്നത്. DYFI എന്ന സംഘടന സ്ത്രീകൾക്ക്, യുവതികൾക്ക് നൽകുന്ന ഒരു അംഗീകാരമായിട്ടാണ്. ഞാൻ ദീർഘകാലം DYFIയുടെ ഉപഭാരവാഹിത്വത്തിൽ വൈസ് പ്രസിഡൻ്റായും ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. എനിക്ക് മുമ്പ് DYFIയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ വഹിച്ച ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ത്യാഗസന്നദ്ധതയോടുകൂടി പ്രവർത്തിച്ച ഒരുപാട് യുവതികളുണ്ട്. ആദ്യത്തെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി വന്ന വനിത, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ശ്രീമയി ടീച്ചറാണ്. അപ്പോൾ അതുമുതൽ എത്രയോ പെൺകുട്ടികൾ, യുവതികൾ ജയിലറകളിലും പോലീസിൻ്റെ ഭീകരമർദ്ദനത്തിന് മുമ്പിലും, അതുപോലെ തന്നെ DYFIയുടെ ഏറ്റവും ജനകീയമായ പ്രവർത്തനങ്ങളിൽ, യൂണിറ്റ് തലം മുതലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്ത് DYFI എന്ന സംഘടനയെ കെട്ടിപ്പടുക്കാൻ ആത്മാർത്ഥമായി ത്യാഗപൂർവ്വം ഇടപെട്ട ഒരുപാട് യുവതികളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന് കൂടി ലഭിച്ച സംഘടന സ്ത്രീകളെ, പെൺകുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി ഈ ഘട്ടത്തിൽ അത് എനിക്ക് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉത്തരവാദിത്തം ഞാനെന്നുള്ള വ്യക്തിയല്ല, എല്ലാ യുവതികളും കൂടി ചേർന്നാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഓർക്കുന്നത്, തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ കോടിയേരി സഖാവിനെ ഓർമ്മ വരുന്നുണ്ട്, സഖാവ് ആനത്തലവട്ടത്തെ ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന സഖാവ് P. ബിജുവിനെ, എൻ്റെ പപ്പായെ, അതുപോലെ തന്നെ ഞങ്ങൾ പോയി കാണുമ്പോൾ എപ്പോഴും പറ്റാത്ത ഒരു ആവേശമായി, കണ്ണുകളിൽ ആവേശം ജ്വലിക്കുന്ന സഖാവ് പുഷ്പേട്ടനെ, അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് ആ സമയം മുതൽ, ഈ ഒരു തീരുമാനം വന്ന സമയം മുതൽ എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഇങ്ങനെ അലതല്ലി ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും രണ്ടുപേർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും. DYFI എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തും കാവലുമാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പുതിയ പുതിയ രാഷ്ട്രീയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വലിയ സന്തോഷം ഒന്നിച്ചിരുന്നത്. ശരി, അപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി M. വിജിനും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ചിന്താ ജെറോമുമാണ് നമ്മളോടൊപ്പം അതിഥികളായിരുന്നത്. ഇന്നലെയാണ് പ്രഖ്യാപനം ഉണ്ടായത്. നമ്മൾ കണ്ടു അല്ലേ, ആ പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് വന്ന് കൈയുടെ മുഷ്ടിയൊക്കെ ചുരുട്ടി അഭിവാദ്യം അർപ്പിച്ച് നടക്കുന്ന രണ്ടുപേരെ നമുക്ക് എപ്പോഴും വളരെ കൂളായി എല്ലാ സമയത്തും ചിരിയോടെ മാത്രം കാണാൻ കഴിയുന്ന രണ്ടുപേരാണ്. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരാം. ഇനി